പറയേണ്ടത് ആരാണ് മണ്ടന്മാർ? മണ്ടന്മാർ? ഞാൻ ഈ ബിസിനസ്സിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ബിസിനസ് ആകെ ഇത്രയും കാലമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി മൊത്തം കൂട്ടി നോക്കി കഴിഞ്ഞാൽ 6 ലക്ഷത്തെ താഴത്തൊക്കെ വരും. ഇത്രയും കാലമായിട്ട് കോടികളുടെ ടേൺ ഓവറായി. ഇതൊന്നും എന്റെ കൈകളല്ല. ഞാൻ ചുറ്റും നോക്കുന്ന സമയത്ത് എന്നോട് മണ്ടൻ കളിയാക്കിയിട്ടൊക്കെ ചിരിച്ചവരെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആരാ മണ്ടൻ? സത്യത്തിൽ എനിക്ക് രാവിലെ കട തുറക്കേണ്ട ആവശ്യമില്ല, കട കൂട്ടേണ്ട ആവശ്യമില്ല. രാവിലെ ഉറങ്ങി എണീക്കണമെങ്കിൽ എന്റെ തീരുമാനം. എവിടെയും പോയി പഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മീറ്റിങ്ങിന് പോകണോ വേണ്ടെന്ന് എന്റെ തീരുമാനമാണ്. ആരെയും പ്രഷറിലല്ല ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ദിവസം ഹർത്താൽ വന്നാൽ, കൊറോണ വന്ന സമയത്ത് പോലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല. ചെറിയൊരു വരുമാനത്തിൽ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഷോപ്പോ വാടകയോ ആർക്കും ശമ്പളമോ ഒരു കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കെട്ടി വെച്ചിട്ട് മോശമായി പോകുന്നതോ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതിനും നമുക്ക് ഒരാഴ്ച 1 മാസമായാലും കുഴപ്പമില്ല, നമുക്കങ്ങ് അഡ്ജസ്റ്റ് ജീവിച്ചാൽ പോരെ, ഒരു ടെൻഷനും ഇല്ല. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടുന്നൊക്കെയോ ആരൊക്കെയോ സാധനം നമ്മൾ ഈ ബിസിനസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാത്രം, ഈ ഒരു ബിസിനസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അഹോരാത്രം സംസാരിച്ചുകൊണ്ട് മാത്രം ഇന്ന് കൈവന്ന് പോയി. ഞാനിത് പറഞ്ഞു വരുന്ന പല ആൾക്കാരും ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ പല ആൾക്കാർ റിജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ നെഗറ്റീവോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഈ ഒരു ബിസിനസ് കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എഞ്ചിനീയർ ആയിരിക്കും, നിൽക്കുന്ന ഈ പണി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പല ആൾക്കാർ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫാമിലി മൊത്തം നെഗറ്റീവ്. ഒരു കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും ഇതൊക്കെ 1 ലക്ഷം ആവും, എപ്പോ 5 ലക്ഷം ആവും, എപ്പോ 10 ലക്ഷം ആവും. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച സ്ഥലം കണ്ണൂരാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ജില്ല കണ്ണൂരല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ജില്ല ഇന്നും തൃശ്ശൂരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ തൃശ്ശൂര് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്വാനം ഇട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെറുക്കൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്വാനം ഞാൻ തൃശ്ശൂർ ബിസിനസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇടക്കൊക്കെ ഗസ്റ്റ് ആയിട്ട് പോയിട്ട് ഇതുപോലെ മൈക്ക് പിടിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഈ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സംസാരിച്ച് ഭയങ്കര കഴിവുണ്ടായിട്ട് ഈ ബിസിനസ്സിൽ വന്നതല്ല. ആദ്യ ദിവസം ഞാൻ ഈ മൈക്ക് പിടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 കിലോ ആയിരുന്നു. ഇത് പിടിച്ച സമയത്ത് സത്യത്തിന് മൈക്കാണോ വേണ്ടത്? കഷ്ടകാലത്തിന് സ്ലൈഡും കൂടി ഉണ്ടായിരുന്നു. നേരത്തെ സൂരജ് സാർ ഇടുന്ന അടിപൊളിയായിട്ട് പ്രോഗ്രാം എടുത്തു. ഇതുപോലെ ഒരു സെക്ഷൻ ആയിരുന്നു എനിക്കും ചെയ്യേണ്ടത്. സ്ലൈഡ് ചേഞ്ച് ഞെക്കിയ സമയത്ത് 3-4 സ്ലൈഡ് അങ്ങ് പോയി. പിന്നെ എനിക്ക് എന്റെ പേര് പോലും മറന്നു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ പ്രോഗ്രാമിന് എന്റെ അമ്മ വന്നിട്ടുള്ളൂ. അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഒന്നിനും എനിക്ക് നിനക്ക് അറിയണം, എനിക്ക് പറ്റിയ പണിയൊന്നല്ല ഇത്, നീ ആദ്യം മര്യാദക്ക് നിനക്ക് അറിയുന്ന പണി ചെയ്യും. ഞാൻ അത്